ശക്തമായ മഴയിൽ കുളിച്ച സംസ്ഥാനം തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും വെള്ളക്കെട്ട് രൂക്ഷമാണ്. കടകളിലേക്കും വീടുകളിലേക്കും വെള്ളം കയറി. റോഡുകളിൽ വെള്ളം കയറിയതിനാൽ പലയിടങ്ങളിലും വാഹന ഗതാഗതവും ദുഷ്കരമാണ്. സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ശക്തമായ മഴയിൽ സംസ്ഥാനം പോകുന്നു. തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും അടക്കം വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു സാഹചര്യം തന്നെ നിലവിൽ നിൽക്കുന്നു. കടകളിലേക്കും വീടുകളിലേക്കും അടക്കം വെള്ളം കയറുന്ന സാഹചര്യം. റോഡുകളിലും വെള്ളം കയറിയതിനാൽ പലയിടങ്ങളിലും വാഹന ഗതാഗതവും ദുഷ്കരമായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചെയ്യുകയാണ്. ജിജീഷ്, ഈ കൊച്ചിയിലെ വെള്ളക്കെട്ട് ഈ നിലയിൽ തന്നെ രൂക്ഷമായി തന്നെ തുടരുന്ന സാഹചര്യം തന്നെയാണോ നിലവിലുള്ളത്? അതിന് തീർച്ചയായും ഇന്നലെ വൈകുന്നേരം 4 മണിയോടെ ആരംഭിച്ചതാണ് കൊച്ചി നഗരത്തിലെ കനത്ത മഴ. എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും 4 മണിയോടെ കൂടി തന്നെ ശക്തമായ മഴ പെയ്തു തുടങ്ങിയിരുന്നു. ഏതാണ്ട് 7 മണിയോടെ പല ഭാഗങ്ങളും വെള്ളക്കെട്ടിലായി. പ്രത്യേകിച്ച് സ്ഥിരമായി കനത്ത വെള്ളക്കെട്ടുണ്ടാകുന്ന ഭാഗങ്ങൾ എറണാകുളം കൊച്ചി നഗരത്തിലെ പനമ്പള്ളി നഗർ അടക്കമുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇത്തരത്തിൽ വെള്ളത്തിലാവുന്നു. അതോടൊപ്പം തന്നെ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. സമീപ ജില്ലകളിൽ പെയ്ത മഴയ്ക്ക് സമാനമായ കനത്ത മഴ തന്നെയാണ് എറണാകുളത്തും പെയ്യുന്നത്. പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിലെ ഗുരുവായൂരിലടക്കം പെയ്ത മഴ പോലെ തന്നെ കൊച്ചിയുടെ പല മേഖലകളിലും, കിഴക്കൻ മേഖലകളിലാണെങ്കിലും നഗരപ്രദേശങ്ങളിലുമാണെങ്കിലും തുടർച്ചയായ മഴ പെയ്യുന്നു. മാത്രമല്ല ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളോടക്കം ജാഗ്രതാ നിർദ്ദേശം ഇക്കാര്യത്തിൽ നൽകിയിട്ടുമുണ്ട്. തീരദേശ മേഖലയിലുള്ളവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. മുമ്പും സമാനമായ വെള്ളക്കെട്ടിൽ കനത്ത മഴയിൽ എറണാകുളം നഗരത്തിന്റെ പല ഭാഗങ്ങളും വെള്ളക്കെട്ടിലായിരുന്നു. അതിന് സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. പ്രത്യേകിച്ച് എറണാകുളത്ത് മഴക്കാല പൂർവ്വ ശുചീകരണ ജോലികളൊന്നും തന്നെ പൂർത്തിയായിട്ടുണ്ടായിരുന്നില്ല. ഇതിനിടയിലാണ് തുടർച്ചയായ മഴ വെള്ളക്കെട്ടിന് കൂടി ഒരു ഇടയാക്കിയിരിക്കുന്നത്. അതിര ശരി, കോഴിക്കോട് നിന്ന് ഇപ്പോൾ അരുൺ കൊടുങ്ങൂരിൽ കൂടി ചെയ്യുകയാണ്. അരുൺ, ഈ ശക്തമായ മഴയിൽ സംസ്ഥാനം കുളിച്ചുവെന്ന് തന്നെ പറയാം. കോഴിക്കോട് സ്ഥിതി എങ്ങനെയാണ്? തീർച്ചയായും ഒറ്റ മഴയിൽ തന്നെ വലിയ ദുരിതമാണ് മലബാറിൽ വടക്കൻ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് നിസ്സംശയം പറയാം. കാരണം റോഡുകളെല്ലാം തന്നെ വെള്ളത്തിലടിയിലാകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ ഉണ്ടായ ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഓടകൾ പലതും ശുചിയാക്കാതെ അല്ലെങ്കിൽ നീരൊഴുക്ക് കൃത്യമായി സുഗമമായി പോകുന്നതിനുള്ള വഴി ഒരുക്കാത്തതാണ് ഇവിടെ എല്ലാം തന്നെ പ്രതിസന്ധി ഉണ്ടാക്കിയത്. കോഴിക്കോട് നഗരത്തിൽ അത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഈ ഒരു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി. ഇന്നലെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെള്ളം കയറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി രോഗികൾക്ക് ഉണ്ടാക്കിയിരുന്നു. ഇവരെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇതിനുശേഷം വെള്ളം എത്തിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ താമരശ്ശേരിയിലടക്കം ഇത്തരത്തിൽ നഗരത്തിൽ വെള്ളം കയറി കടകളിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നതിലും പ്രശ്നങ്ങളൊക്കെ തന്നെ നിലവിൽ പരിഹരിച്ചിരിക്കുകയാണ്. പന്തീരങ്കാവില് 6 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നലെ വൈകിട്ട് തന്നെ കൺട്രോൾ റൂം ഓരോ താലൂക്ക് കേന്ദ്രങ്ങളിലും കൺട്രോൾ റൂമുകൾ ആരംഭിച്ചിരുന്നു. അവിടെ കൂടുതൽ ആളുകളെ പാർപ്പിക്കുന്നതിനുള്ള നടപടികൾ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇരിക്കുന്നു. പന്തീരങ്കാവിൽ മാത്രമാണ് 6 കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ടി വന്നത്. നിലവിൽ വെള്ളക്കെട്ടുകളെല്ലാം തന്നെ ഒഴിഞ്ഞിരിക്കുകയാണ്. രാത്രി അതിശക്തമായ ഒരു മഴയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മഴ തോർന്നിരിക്കുകയാണ്. ശരി, തിരുവനന്തപുരത്ത് നിന്ന് അഖിൽ പാലൂട്ടുമടം കൂടി ചേരുന്നുണ്ട്. അഖിൽ, ഈ ശക്തമായ മഴയിൽ കുളിച്ച് സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ശക്തമായ മഴയും വെള്ളക്കെട്ടും തന്നെ. തലസ്ഥാനത്തെ മഴയുടെ നിലവിലെ അവസ്ഥ, വെള്ളക്കെട്ട് നിലനിൽക്കുന്ന തന്നെ സാഹചര്യം തന്നെയാണോ ഉള്ളത്? അതിന് സംസ്ഥാനത്തുടനീളം തുടരുന്ന മഴയിൽ തിരുവനന്തപുരവും വെള്ളത്തിനരികിൽ തന്നെയാണ്. നഗരപ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും പല പ്രദേശത്തും വെള്ളക്കെട്ട് തുടരുന്നുണ്ട്. സംസ്ഥാനത്ത് അതീവ ശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു മുന്നറിയിപ്പും കൂടി ഉള്ളത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു അതിശക്തമേറിയ മഴ കേരള തീരത്ത് ലഭിക്കുന്നത് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ പോലും അത് സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. തെക്കൻ കേരളത്തിൽ മുകളിൽ ചക്രവാത ചുഴിയും തുടരുന്നതും മഴ ശക്തമാകാനുള്ള ഒരു പ്രധാന കാരണമായി തന്നെയാണ് പറയുന്നത്. കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴയ്ക്കും ഒറ്റപ്പെട്ട തീവ്രമായ മഴയ്ക്കും സാധ്യതയുണ്ട്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നിലവിൽ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും
സാധ്യതയുണ്ട് എന്നതാണ് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇന്ന് രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. അത് കടലാക്രമണം വരെ ഉള്ള സാധ്യതയായി തന്നെയാണ് മത്സ്യ മേഖലയുമായി ബന്ധപ്പെട്ടുള്ളവർ സുരക്ഷ പാലിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം പോലും നൽകാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്നത്. എന്തായാലും തലസ്ഥാന ജില്ലയടക്കം തെക്കൻ കേരളവും അതീവ ജാഗ്രതയോടെ പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. ശക്തമായ മഴ രാവിലെ തന്നെ തിരുവനന്തപുരത്തെ നഗരപ്രദേശങ്ങളിലൊക്കെ തന്നെ മഴ ആരംഭിച്ചു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആതിര.